ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസും ഉരുളൻകിഴങ്ങും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. വെള്ളപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. അപ്പോൾ ഇതിൽ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് നന്നായി തണുപ്പൊക്കെ മാറിക്കോളും. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള നന്നായിട്ടൊന്ന് വാടി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് നിറം മാറി എന്ന് കണ്ടാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് വലുതാണ്, ചെറുതാണെങ്കിൽ 2 എടുത്താൽ മതി. പിന്നെ എരിവിന് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി വേപ്പിലയും കൂടെ ചേർത്തിട്ട് അതൊന്നങ്ങനെ വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതൊന്ന് വാടി വന്നാൽ ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ പകരം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. അത് ഈ ഉള്ളിയിലൊക്കെ ഒന്ന് കിടന്നിട്ട് നന്നായി ഒന്ന് മൂത്ത് വരണം. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഉള്ളിയും എണ്ണയും ഈ മസാലപ്പൊടികളും പച്ചമുളകും ഒക്കെ കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് നന്നായി അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഇതിൽ കിടന്നിട്ട് ഒന്നങ്ങനെ നന്നായിട്ട് തക്കാളിയൊക്കെ വഴന്ന് വരുന്നത് പോലെ തന്നെ ഇതിൽ കിടന്ന് അത് നന്നായി വെന്ത് എണ്ണ തെളിഞ്ഞ് വരുന്നൊരു സമയത്ത് നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങ് ഒരു വലുത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് വെള്ളം ഒഴിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത്, ഇപ്പോൾ നല്ലൊരു മണമാണ്. ഇതെല്ലാം കൂടെ അങ്ങനെ മൂത്ത് വന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ വഴറ്റിയെടുക്കുമ്പോൾ എന്നിട്ട് എല്ലാം കൂടെ മിക്സായി കഴിഞ്ഞാൽ ഞാൻ ഉപ്പ് ആവശ്യത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കണം. ഇപ്പോൾ 5 മിനിറ്റ് വേവിക്കുക എന്ന് പറഞ്ഞാൽ കുക്കറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വിസിൽ വന്നാൽ മതി, അല്ലെങ്കിൽ 1 വിസിൽ വന്നാൽ മതി. നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ അരിയെണ്ണേൻ്റെ ആ വലുപ്പം അനുസരിച്ചിരിക്കും വേവ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് നേരം പാനിൽ വെച്ചിട്ടാണ് വേവിക്കണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തണവൊക്കെ മാറിയിരിക്കണം. അപ്പോൾ ഫ്രോസനല്ല, മറ്റേ ഗ്രീൻ പീസ് ആണെങ്കിൽ ഒന്ന് വേറെ വേവിച്ചെടുത്താലും മതി കേട്ടോ. നന്നായി ഒരു 8 മണിക്കൂറോളം കുതിർത്തിയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതേപോലെ ഒന്ന് മൂടി വെക്കുക. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് അധികം നേരം തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് ഇട്ടതിനോടൊപ്പം 2-3 പുതിനയിലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ മൂടി വെക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. വേവിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുന്നുണ്ട്. ഈ 5 മിനിറ്റ് എന്നൊക്കെ പറയണത് അത്ര വേവിച്ചാൽ മതി, കുറച്ച് നേരം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഉപ്പ് വേണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് കഴിഞ്ഞാൽ നന്നായി ഒരു കുറുക്കം കിട്ടും കറിക്ക്. നമുക്കിതിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു മസാല ഇതാക്കിയിട്ടാണ് കട്ടിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അധികം വെള്ളം വെക്കണില്ല. നിങ്ങൾക്ക് കറി രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആക്കി കൊടുക്കുക. പിന്നെ ഉരുളൻകിഴങ്ങ് നന്നായി വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് കുറച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഉടച്ച് ചേർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ചും കൂടി കുറുക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ. എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉരുളൻകിഴങ്ങൊക്കെ നമ്മൾ ആ ഒരു സ്പാച്ചിലൊക്കെ കൊണ്ടിങ്ങനെ ഒന്നങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. ഉരുളൻകിഴങ്ങ് കുറച്ചൊന്നങ്ങനെ ഉടഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉരുളൻകിഴങ്ങ് മാത്രം എടുത്തിട്ട് ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഒരു തരത്തിലായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മസാല ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞെടുത്തതും കുറച്ച് ഒരു ടീസ്പൂണോളം കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇത് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.